ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് കൊടക്കാട് ബിരിയാണിയിലേക്കാണ്. നമ്മൾ റിനോവേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ അടുക്കളയിലൊക്കെയാണ് ഞാൻ ആദ്യം തന്നെ കയറിയത്. അപ്പോഴല്ലേ അതിൻ്റെ ഒരു വൈബ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്ക് മക്കളെ, ഇത്രയും ചൂടിൽ ഈ സാധനം ഇങ്ങനെ വിളമ്പുക എന്ന് പറഞ്ഞാലോ, ഒന്നും പറയണ്ട. അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ ആ മസാലയൊക്കെ കാണുമ്പോൾ തന്നെ വെയിറ്റ് ചെയ്യാൻ തീരെ വയ്യായിരുന്നു. നല്ല വെയിറ്റിംഗ് ആണ്. ആൾക്കാരൊക്കെ ഓരോരുത്തർ സീറ്റിൽ നിന്ന് എണീക്കാൻ വേണ്ടി കട്ട വെയിറ്റിങ്ങിലാണ്. ഞങ്ങൾക്ക് ഭാഗ്യത്തിന് 4 സീറ്റ് കിട്ടി. അതാ നമ്മുടെ കൂട്ടുകാരെ മുതമ്മിൽ അച്ചാർ ആക്കി ഇരിക്കുക. അങ്ങനെ സാധനം ഓരോരുത്തർക്ക് വന്നു കേട്ടോ. അത് പിടിച്ച് വെച്ചിരിക്കുക വെയിറ്ററെ. അപ്പോൾ രാഹുൽ സംഭവം എടുത്തു. രാഹുൽ ബീഫ് ബിരിയാണി പകുതി തട്ടി. അങ്ങനെ മുതമ്മിലും നമ്മുടെ പോർഷനെത്തി. അടിപൊളി, ഒന്നും പറയാനില്ല. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ, ഒരു രക്ഷയില്ല മക്കളെ. ആ ബീഫിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, ഇളയ ബീഫ്, തൊട്ടാൽ അലിഞ്ഞു പോണ ബീഫ്. റൈസ് കണ്ടോ, റൈസ് എന്ന് പറഞ്ഞാൽ